ലോകകപ്പ് ആഘോഷത്തിൽ സ്ഥാപിച്ച ഫ്ലക്സുകൾ നീക്കം ചെയ്യണമെന്ന് കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ സർക്കുലറിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മറ്റു പ്രധാന വിഷയങ്ങളൊന്നും തന്നെ പഞ്ചായത്തിൽ ചർച്ചയാകുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ലോകകപ്പ് ഫ്ലക്സുകൾ നീക്കം ചെയ്യണമെന്നത് മാത്രമാണ് ഈ അടുത്ത് പഞ്ചായത്ത് ഭരണസമിതി ഇറക്കിയ ഏക സർക്കുലർ എന്നും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മറ്റു പ്രധാന വിഷയങ്ങളൊന്നും തന്നെ പഞ്ചായത്തിൽ ചർച്ചയാകുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സാറിന്റെ നടപടി പെട്ടെന്ന് ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് സാർ. പുതിയ ആളായത് കാരണമാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ പഴയത് തന്നെയാണ്. കാരണം അതിന് മുമ്പത്തെ ഭരണസമിതി അതിനുള്ള പരിഹാരങ്ങൾ കണ്ടിരുന്നു. 6 മണി കഴിഞ്ഞാൽ കുമരംപുത്തൂർ പഞ്ചായത്ത് പൂർണ്ണമായും ഇരുട്ടിലായ അവസ്ഥയിലാണ്. തെരുവിളക്കുകൾ പ്രകാശിക്കാത്തത് ഉൾപ്പെടെയുള്ള ഇത്തരം ഗുരുതരമായ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഇവയിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഒരു പരിപാടി പഞ്ചായത്തിൽ നടക്കുന്നില്ല. ആകെ നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിൽ കൂടി ഒക്കെ ഒരു സംഗതി വന്നിട്ടുണ്ട്. ഫുട്ബോളിന്റെ ഫ്ലക്സ് മാറ്റം അല്ല, അത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ഉത്തരവാണല്ലോ. നമ്മളിവിടെ പൊതുജനങ്ങൾക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരും അത് വെക്കണില്ല. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഫ്ലക്സും കാര്യങ്ങളും വെക്കുന്നതാണ്. അതിവിടെ ആരും ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടോ വെക്കുന്നില്ല. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഭരണസമിതി തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യങ്ങളും ഈ പഞ്ചായത്തിൽ നടക്കുന്നില്ല. ഫയലുകൾ നീങ്ങുന്നില്ല, പിന്നെ മീറ്റർ റീഡിങ്ങിന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആകെ ഈ പഞ്ചായത്തിൽ ഇറക്കിയ ഒരു സർക്കുലർ എന്ന് പറഞ്ഞാൽ ആകെ ഇറക്കിയിട്ടുള്ളത് ഈ വേൾഡ് കപ്പിന് ഫ്ലക്സ് വെച്ചതുമായി സംബന്ധിച്ച ഒരു സർക്കുലർ മാത്രമാണ് ഈ പഞ്ചായത്തിൽ ഇറക്കിയിട്ടുള്ളത്. വേറെ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട അവൻ്റെ ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളും ജനകീയ വിഷയങ്ങൾ ഈ പഞ്ചായത്തിന് ചർച്ചയല്ല. ഇവർ പണ്ടത്തെ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇലക്ഷനൊക്കെ സംബന്ധിച്ച് നടക്കുന്ന പൊതുസ്ഥലങ്ങളിലെ ബോർഡുകളും കാര്യങ്ങളും അതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ ലോകകപ്പും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതൊരിക്കലും ഒരു പൊതുജനങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടല്ല അതിവിടെ ഫ്ലക്സുകളും കാര്യങ്ങളും ഇവിടെ ഫാൻസുകാർ വെക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സർക്കുലർ മാത്രമാണ് ഈ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു ഫയലുകൾ നീങ്ങുന്നില്ല. ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇല്ല, ഇല്ല, കടുത്ത അനാസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല കേടുവന്ന ബൾബുകളും മാറ്റി സ്ഥാപിക്കുന്നതിനോ അത് റിപ്പയർ ചെയ്യുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഇന്നേവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇവിടെ ആഷിഖ് പറവടൻ സൂചിപ്പിച്ച പോലെ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇന്നലെ ഒരു സർക്കുലർ ഇറക്കി. ഇവിടെ നമുക്കറിയാം ഫുട്ബോൾ എത്ര കൊണ്ട് ആവശ്യമാണ് ഈ നാട്ടിലെ കൗമാരപ്രായക്കാർക്ക്, അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങൾക്കും വലിയ ആവശ്യത്തോടെ വേൾഡ് കപ്പിനെ വരവേൽക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ പൊതുനിരത്തുകളിൽ വെച്ച ഫ്ലെക്സ് ബോർഡുകൾ അടിയന്തരമായി എടുത്തു കളയണമെന്നും ഇല്ലാത്ത പക്ഷം അത് പഞ്ചായത്തിന് കണ്ടുകെട്ടി അതിൻ്റെ തുക ഗ്രാമപഞ്ചായത്ത് നൽകണമെന്നുള്ളൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അത് കഴിഞ്ഞ കുറേ വർഷകാലമായിട്ടുണ്ട് പൊതുനിരത്തുകൾ ഫ്ലെക്സുകൾ വെക്കരുത് എന്നുള്ളത്. എന്നാൽ ഈ സമയത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ ഒരു സർക്കുലർ വന്നത് ഈ ഗ്രാമപഞ്ചായത്തിലെ കായിക താരങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ ഒരു സമയത്ത് അത്തരം സർക്കുലർ ഇറക്കിയതിൻ്റെ ആ ഉദ്ദേശശുദ്ധി ഇവിടെ പരിശോധിക്കണം. CCN മണ്ണാർക്കാട്.